ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ഏത്തയ്ക്കാപ്പമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും തന്നെ അറിയാം, എങ്കിലും ഞാൻ ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് കാണിക്കുക. ഞാൻ 2 ഏത്തപ്പഴം എടുത്ത് നന്നായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞു. പിന്നെ വേണ്ടിയത് 1 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കണം. പിന്നെ വേണ്ടിയത് 1 കപ്പ് മൈദാപ്പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി. പിന്നെ ഒരു 1.5 സ്പൂൺ എള്ള്, ബ്ലാക്ക് സെസമി സീഡ് വേണം. അത് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഞാൻ സ്വല്പം ഉപ്പും ചേർത്തു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര 1 ടേബിൾ സ്പൂണ്. പഞ്ചസാര നമുക്ക് ഇച്ചിരി കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല, മധുരം വേണമെങ്കിൽ. പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ലൂസായിട്ട് ഇതിന് വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി ലൂസാകാതെ നമുക്കൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം, അതിനും കുറച്ചുകൂടെ ലൂസായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. പിന്നെ വേണ്ടിയത് ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ 1 മുട്ട ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ഏത്തയ്ക്കാപ്പത്തിന് നല്ലൊരു ക്രിസ്പിനെസ്സും ഒരു ടേസ്റ്റും കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അതിന് വേണ്ടിയ ബാറ്റർ തയ്യാറാക്കുക. ഇനി നമ്മളൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഓരോ ഏത്തപ്പഴവും ഈ ബാറ്ററിൽ മുക്കി നമ്മൾ എണ്ണയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വറുത്തെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒത്തിരി തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളതിനെ എടുത്ത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പം നമ്മൾ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ മൂപ്പിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കാം. ഞാൻ അടുത്ത ബാച്ച് ഏത്തപ്പഴം കൂടെ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവിൽ റെഡിയാക്കുവാണ്. മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പിനെസ്സും കൂടെ ഉണ്ടായിരിക്കും. ഇതിന് നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.